എണ്ണമറ്റ പാറമടകളുടെ പേരിൽ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ നേടിയ കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ജലനിധി പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്ന ശുദ്ധജല പദ്ധതികളുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ആദ്യം പാറമടകളുടെ പ്രവർത്തനം പാരിസ്ഥിതിക ആഘാതവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്ന ആക്ഷേപങ്ങൾ ശക്തമാകുന്നതിനിടയിലായിരുന്നു പഞ്ചായത്തിന്റെ നല്ലൊരു ഭാഗം പാറമടകളാൽ നിറയും അപകടങ്ങൾ തുടർക്കഥയാകുകയും ചെയ്തത്. ഇപ്പോൾ ജലനിധിയുടെ പേരിൽ 39 ശുദ്ധജല പദ്ധതികളാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ വിസ്തൃതി കുറഞ്ഞ പഞ്ചായത്തിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 4-5 പദ്ധതികളുടെ ജലസ്രോതസ്സുകൾ ഒരുമിച്ച് ക്രമീകരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ജലമൂറ്റുന്നത് വ്യാപകമാവുകയും ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങൾക്കും വഴിതെളിക്കുമെന്ന പരാതികളും ആക്ഷേപങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പഞ്ചായത്ത് 1-2 വാർഡുകളിൽ 4 കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നതിൽ 4 പദ്ധതികൾക്കും ജലസ്രോതസ് ഒരുക്കുന്നത് 1/2 കിലോമീറ്റർ ചുറ്റളവിലാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ദീർഘവീക്ഷണമില്ലാതെ പദ്ധതികളുടെ ക്രമീകരണം നടത്തിയാൽ ഭാവി തലമുറയ്ക്ക് ദോഷകരമായി ഇത് ബാധിക്കുമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. പഞ്ചായത്ത് 1-2 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഗംഗോത്രി ശുദ്ധജല പദ്ധതിക്ക് 55 ഗുണഭോക്താക്കളാണുള്ളത്. ഈ പദ്ധതിക്ക് വേണ്ടി കുളം നിർമ്മിക്കുന്നതിന് സമീപത്ത് തന്നെയാണ് പഞ്ചായത്ത് 2-ാം വാർഡിൽപ്പെട്ട സരയൂ ശുദ്ധജല വിതരണ പദ്ധതിക്കായുള്ള കിണർ കണ്ടെത്തിയിരിക്കുന്നത്. 50 പേരാണ് സരയൂ ശുദ്ധജല പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഇപ്പോൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. കബനി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതിയും 1-ാം വാർഡിലുണ്ട്. ഈ പദ്ധതിയിൽ 45 ഗുണഭോക്താക്കളാണ് വരുന്നത്. പഞ്ചായത്ത് 1-ാം വാർഡിൽ തന്നെ ജലകേശ്വരി എന്ന പേരിൽ മറ്റൊരു പദ്ധതിയുമുണ്ട്. ഈ പദ്ധതിക്ക് 50 ഗുണഭോക്താക്കളാണുള്ളത്. പദ്ധതി സംബന്ധിച്ച് ആശങ്കകൾ വേണ്ടെന്നും ജലസ്രോതസ്സുകളുടെ നിർമ്മാണം ഭാവി തലമുറയെ ബാധിക്കില്ലെന്നും നിലവിൽ ലഭ്യമായ ജലസ്രോതസ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് അധികൃതരും നടത്തിപ്പുകാരും ആവർത്തിച്ചു പറയുന്നുണ്ട്. നാടിന്റെ ആശങ്കകളോടുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. 55 സരയൂ കുടിവെള്ള പദ്ധതിയിൽ 55ഓളം ഗുണഭോക്താക്കളാണ് ഉള്ളത്. ആ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഇലക്കാട് പ്രദേശത്ത് തന്നെ ഉള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെടുത്ത് നമ്മളതിന് ടാങ്കും അനുസരിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2 കിലോമീറ്ററോളം ദൂരവ്യത്യാസമുണ്ട്. നമുക്കത് എന്തായാലും അതിനെ ലാഭകരമാക്കി എടുക്കാം. ലാഭകരമെന്നല്ല, അതിനെ നഷ്ടത്തിലോട്ട് വരാതെ അവർക്ക് എല്ലാവർക്കും ഗുണഭോക്താക്കൾക്ക് 4500 രൂപയ്ക്ക് താഴെ രൂപ വ്യക്തികൾക്ക് വഹിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പോൾ അതിൻ്റെയുള്ള പദ്ധതി നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പദ്ധതി നിർവഹണം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുടിവെള്ളം ലഭ്യമാകും എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ പദ്ധതിയിലോട്ട് കടന്നിരിക്കുകയാണ്. കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ ജലകേശ്വരി എന്ന കുടിവെള്ള പദ്ധതിയുടെ സമീപമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ മൊത്തം 4 സോഴ്സുകളുണ്ട് 1-ാം വാർഡിൽ തന്നെ. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ഭംഗിയായിട്ടും ഉത്തരവാദിത്തത്തോടു കൂടിയും ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് കഴിയുന്നത്ര വേഗം തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. 3 മീറ്റർ താഴ്ച ആയപ്പോൾ തന്നെ സുഭിക്ഷമായ വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി പ്രവർത്തനങ്ങൾക്കായി 2 മോട്ടോർ ഒരേ സമയം വെച്ച് പ്രവർത്തിപ്പിച്ചാണ് വെള്ളം പറ്റിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 55 കുടുംബാംഗങ്ങളുള്ള ഈ ജലകേശ്വരി കുടിവെള്ള പദ്ധതിക്ക് ലഭ്യമാകുന്ന വെള്ളം ഏവർക്കും സുഗമമായിട്ടും ആവശ്യത്തിലധികം ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അതായത് ഈ കിണർ കുത്തുന്ന താഴ്ചയിൽ കുത്തുന്നതിൽ ഇതിന് വലിപ്പം കൂടുതലുണ്ടെന്നുള്ളതല്ല, പ്രത്യേകിച്ച് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. നീരൊഴുക്കനുസരിച്ചാണ് വെള്ളം വരുന്നതും വരാതിരിക്കുന്നതും. നീരൊഴുക്ക് കൂടുന്ന പ്രവൃത്തി എന്തെങ്കിലും ചെയ്താലേ വെള്ളത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുകയുള്ളൂ. അത് ചെയ്യാതെ ഒരേ ലെവലിൽ പല കിണറുകൾ കുത്തിയാൽ ഒരു കിണറ്റിലും വെള്ളം ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാവുകയുള്ളൂ. ജലം കെട്ടി നിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലേ നീരൊഴുക്കുണ്ടാവുകയുള്ളൂ. നീരൊഴുക്ക് ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇപ്പം തന്നെ സാധാരണ രീതിയിൽ തന്നെ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ അവിടത്തേക്കും വെള്ളം പറ്റുന്നതാണ് ഈ തോട്. അതിൽ നിന്നും എത്രയടി താഴ്ചയിൽ വരുന്നു അതിനനുസരിച്ച് ഈ നീരുറവ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ജലം കിട്ടുകയുള്ളൂ. ഇത് വർഷം തോറും ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജലനിരപ്പ് മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യാതെ ജലലഭ്യത ഉണ്ടാവില്ല. ജലനിധിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ തോട്ടിൽ നമ്മൾ തടയണ കിട്ടാനായിട്ടുള്ള ഒരു ഭാഗമാണ്. തടയണോടൊപ്പം തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിൻ്റെ സൗകര്യം വരുമ്പോൾ ഈ 4 കിണറുകളിൽ വെള്ളം വേനൽക്കാലത്ത് നമുക്ക് സുലഭമായിട്ട് ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് ജലനിധിയുടെ ഒരു പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ തടയണകളും നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ പദ്ധതി കൊണ്ട് തന്നെ ജലനിധിയുടെ കിണറുകളിൽ ആവശ്യത്തിന് വെള്ളം നമുക്ക് ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ജലനിധി പദ്ധതിയിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന കിണറുകൾക്ക് ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിന് വേണ്ടിയിട്ട് ജലനിധി പദ്ധതിയിൽ ഏകദേശം 30 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചുകൊണ്ടും തോടിൻ്റെ കെട്ടുകളെ ബലപ്പെടുത്തിക്കൊണ്ടും
പരമാവധി വെള്ളം നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് നിർത്തിക്കൊണ്ട് മഴക്കാലത്ത് കിട്ടുന്ന വെള്ളത്തെ സ്റ്റോർ ചെയ്തുകൊണ്ട് ഭൂഗർഭ ജലത്തെ നമ്മൾ മുന്നിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നുകൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി പ്രദേശത്ത് എത്ര ചെക്ക് ഡാം വരും? ഇപ്പോൾ 4 ചെക്ക് ഡാമുകളും വേണ്ടി വരും. ഞങ്ങൾക്കിപ്പോൾ നിലവിൽ തന്നെ ഒരു ചീപ്പുണ്ട്. ആ ചീപ്പിനെയും ബലപ്പെടുത്തും. അതിനനുസരിച്ചുള്ള ആ കെട്ടുകളെ നമ്മൾ ബലപ്പെടുത്തും. അപ്പോൾ ആ വെള്ളം അവിടെ നിൽക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ജലനിധി പ്രവർത്തകരും ഞങ്ങൾ പഞ്ചായത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.